ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. നോക്കുക, ആദ്യമേ ഭീകരവാദം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ഭീകരവാദികൾ ആക്രമിക്കുന്ന ഭീകരവാദികളുടെ ലക്ഷ്യം ഹിന്ദു മുസൽമാൻ അങ്ങനെയല്ല. അവരുടെ ലക്ഷ്യം പരസ്പരം നമ്മൾ തമ്മിലടിച്ച് ചാവണം. അതായത് ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലടിച്ച് ചാവണം എന്നത് മാത്രമാണ് ഈ ഒരു അക്രമത്തിന്റെ ഉദ്ദേശം. നോക്കുക, കശ്മീരിൽ നമ്മുടെ സഹോദര സഹോദരിമാരെ വെടിവെച്ച് കൊല്ലുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? അവരുടെ പേര് ഹൈന്ദവരുടെ പേരാണ് അവർ പറയുന്നതെങ്കിൽ, അവരുടെ നാമം ഹിന്ദു ആണെങ്കിൽ സ്പോട്ടിന് വെടിവെച്ച് കൊല്ലുകയാണ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും നിലവിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെ കൊന്നു എന്നാണ് ഒരു ചെറിയ രീതിയിൽ വരുന്നത്. ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. ഈ ഭീകരവാദത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യക്കാർ തമ്മിലടിച്ച് ചാവണം, അത് മാത്രമാണ്. നോക്കുക, ഞാൻ ഒരു വീഡിയോ ഇവിടെ സെഡിൽ വെച്ച് തരാം. അതായത് ഈ ഭീകരവാദത്തിന് നേരെ മുസ്ലിമീങ്ങൾ സമരം ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അത് കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഓക്കെ, നോക്കുക, ഈ വീഡിയോ കൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇത് മുസ്ലിമീങ്ങളാണ്. കാശ്മീരിലെ മുസ്ലിമീങ്ങൾ സമരം ചെയ്യുന്നതാണ്. അവർ പറയുകയാണ് ഈ ഭീകരവാദത്തിൽ നിന്ന്, അതായത് ഞങ്ങളുടെ നാടിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണമെന്നാണ് ഇവർ സമരത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിലവിലെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഞാൻ കുറേ പോസ്റ്റ് കാണാനിടയായി. അതായത് കാശ്മീരിൽ ഈ ഒരു ഭീകര അക്രമത്തെ സംബന്ധിച്ച് അതിന്റെ താഴെ വരുന്ന കമന്റ് മുസ്ലിമീങ്ങൾക്ക് തെറിയാണ്. എല്ലാ കമന്റും, ഒരൊറ്റ കമന്റ് പോലും പോസിറ്റീവ് ഇല്ല. എല്ലാവരും മുസ്ലിമിനെതിരെ തെറിയാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, പാകിസ്ഥാൻ ഇത്തരത്തിൽ വലിയൊരു അക്രമം നമുക്ക് നേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ തമ്മിൽ തല്ലിക്കണം. ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് അടി നടക്കണം. അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഒരൊറ്റ കാര്യം പറയുകയാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അങ്ങനെ നമ്മൾ നീങ്ങണം. അതായത് ഇവിടെ മതം നമ്മൾ നോക്കാൻ പാടില്ല. ഇവരെ പാകിസ്ഥാന് ഈ ഭീകരവാദം ഇത് ആരാണ് നമ്മുടെ കാശ്മീരിൽ ഉണ്ടാക്കിയത്? പാകിസ്ഥാനാണെന്ന് നിലവിൽ കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം പാകിസ്ഥാനിൽ നിന്ന് ഒരു ഭീകര സംഘടനയാണ്. അവരെ നമ്മൾ ഇല്ലാതാക്കണം. ഈ ഒരു പേരിൽ നമ്മുടെ ഇന്ത്യ എത്ര വലിയ യുദ്ധത്തിന് പോയാലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തമ്മിൽ തല്ലിച്ചാവാതെ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ മുന്നോട്ട് പോകണം. നോക്കുക, നിലവിലത്തെ പ്രശ്നം മുസ്ലിമീങ്ങൾക്ക് നേരെയാണ് ആക്രമിക്കുന്നത്. അതായത് കമന്റ് ബോക്സിന്റെ വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 7 മുസ്ലിം നാമധാരികളാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് ഇത്തരത്തിൽ നമ്മുടെ സഹോദര സഹോദരിമാരെ ഇല്ലാതാക്കിയത് 7 മുസ്ലിം നാമധാരികളാണ്. ഇവരുടെ പേര് മുസ്ലിമാണെന്ന് മാത്രം. ഞാൻ പഠിച്ച മദ്രസയിൽ ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് തെറ്റാണെന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മളെ തമ്മിൽ തല്ലിക്കുക മാത്രമാണ് ഈ ഒരു ഭീകരവാദത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ശക്തമായിട്ട് നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും ഒന്നാണ് എന്ന രീതിയിൽ നമ്മൾ നീങ്ങണം. പിന്നെ ഞാനൊരു ചെറിയൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ഞാൻ വെച്ച് തരാം. മതം തലക്ക് പിടിച്ച ഞാനൊന്നും വേറൊന്നും പറയുന്നില്ല, നല്ലൊരു പ്ലാറ്റ്ഫോം യൂട്യൂബ് ആയതുകൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ വെച്ച് തരാം. നോക്കുക, ഒരു ഇമ്രാൻ സഫീഖ് എന്ന് പറയുന്ന, ചിലപ്പോൾ പാകിസ്ഥാനിൽ ആയിട്ടുണ്ടോ, ചിലപ്പോൾ ഇന്ത്യക്കാരനായിട്ടുണ്ടോ, എനിക്കിതിൽ വലിയൊരു വ്യക്തതയില്ല. എന്നാലും ആ സ്ക്രീൻഷോട്ട് നോക്കുക. തും ഹിന്ദു ഐസേ മർണ ചെയ്യേ കശ്മീരി. ഇപ്പോൾ ഇവൻ പറയുന്നത് ഹിന്ദുക്കളെ ഇങ്ങനെ കൊല്ലണമെന്നാണ് ഇവൻ പറയുന്നത്. വീണ്ടും പറയുകയാണ്, യുവന്മാരുടെ ലക്ഷ്യം ഇവൻ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇവനെ ഇപ്പൊ തന്നെ ചുട്ടുകൊല്ലണമെന്ന് എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഇത് ഒരു പാകിസ്ഥാനി ഒരു ഐഡിയ ആയിട്ടുണ്ടോ? അപ്പോൾ അവരുടെ തീരുമാനം എന്താണ്? നമ്മൾ പരസ്പരം തല്ലിച്ചാകണം എന്ന് മാത്രമാണ്. നല്ലവരായ ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ താഴെ, അതായത് കുറേ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ സുഡാപ്പികൾ മറ്റത് മറിച്ചെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നു. അതായത് ഇത്ര വലിയൊരു അക്രമത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ തമ്മിൽ തല്ലിക്കണം, ഇത് മാത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുക.
നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുക എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ജാതിമത ഭേദമില്ലാതെ ഇതിനെ നമ്മൾ പോരാടണം. വീണ്ടും ഒരൊറ്റ കാര്യം പറയുകയാണ്, ഈ ഏത് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സഹോദര സഹോദരിമാരെ കൊന്ന ഏത് ആൾക്കാർ, ഇവരെ കഷ്ണങ്ങളാക്കി കൊല്ലണം. ഞാൻ പറയുന്നത് അങ്ങനെയാണ്, വെടിവെച്ചൊന്നും കൊല്ലാൻ പാടില്ല. അതായത് ഇന്ന് തൂക്കിൽ കയറ്റണം, ഒരു തൂക്കിൽ കയറ്റി ഇന്ന് പകുതി കൊല്ലണം. അതായത് ഒരു പകുതി കൊന്നിട്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് തീർക്കണം. ഇവരെ പകുതി ഇഞ്ചിഞ്ചായി കൊല്ലണം. അതായത് ഒരു കത്തിൽ ഇങ്ങനെ കഷ്ണമാക്കി ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ തന്നെ കൊല്ലണം. കാരണം നമ്മുടെ സഹോദര സഹോദരിമാരെയാണ് ഇവർ ഇല്ലാതാക്കിയത്. എനിക്ക് പറയാനുള്ളത്, ഈ ഭീകരവാദത്തിന്റെ പിന്നിൽ നമ്മളെ തമ്മിൽ തല്ലിക്കുക എന്നത് മാത്രമാണ്. അത് നിലവിൽ അവർ വിജയിക്കുകയാണ്. പാകിസ്ഥാൻ ഇതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ ലക്ഷ്യം എന്താണ്? നമ്മളെ തമ്മിൽ തല്ലിക്കുക. നിലവിൽ നടക്കുന്നത് തന്നെയാണ്. കമന്റ് ബോക്സിൽ മുസ്ലിമീങ്ങൾക്കെതിരെ തെറിവിളിയാണ്. പറയുകയാണ്, ഏത് മുസ്ലിം നാമധാരികൾ, അവരെ മുസ്ലിമീങ്ങളെ നിന്ന് വിളിക്കാൻ പാടില്ല, ഭീകരവാദികളാണ്, പക്കാ ഭീകരവാദികൾ. ഏത് ഭീകരവാദികൾ ചെയ്ത തെറ്റിന് ഇപ്പോൾ ശിക്ഷ വാങ്ങുന്നത് 20 കോടിയിൽ അധികം വരുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിമീങ്ങളാണ്. വീണ്ടും പറയുകയാണ്, നല്ലവരായ മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ളത് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. 3 മതസ്ഥരും എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിന്ന് ഈ ഭീകരവാദത്തെ നേരിടണം. അതിന്റെ പേരിൽ നമ്മൾ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.